ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പറ്റി റോക്സ്. ഇന്ന് 29 മാർച്ച് 2025. ഇന്ന് നമ്മളെടുത്തൊരു ട്രേഡ് ലോജിക്ക് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇന്നത്തെ ട്രേഡ് നമ്മൾ എടുത്തിരിക്കുന്നത് ബിറ്റ് കോയിനിലാണ്. നമ്മൾ ബിറ്റ് കോയിൻ്റെ ഒരു 1 hour ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ബിറ്റ് കോയിൻ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് ചെയ്ത് 1 hourൻ്റെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് ചെയ്ത് ഒരു ഡൗൺ ട്രെൻഡിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലാണ്. അതിനുശേഷം മാർക്കറ്റ് സപ്പോർട്ട് ഏരിയയിൽ നിന്ന് മുകളിലേക്ക് റിജക്ഷൻ തന്ന് 23.8% ഒരു 23.6% ഒരു ഫിബ് ലെവലിലാണ് നിൽക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഒരു സ്മോളർ ടൈമിലേക്ക് നോക്കാം. മാർക്കറ്റ് എന്താണ് അവിടെ ചെയ്യുന്നത് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഒരു ഏരിയ കാണാൻ പറ്റും. ഇതിവിടെ ഒരു FEG ഉണ്ട്. ഈ FEGയും ഈ ഒരു ഫിബ് ലെവലും തമ്മിൽ കോറിലേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അതായത് അവിടെ റിജക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ ഒരു സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഇവിടെ ഒരു മൈക്രോ ട്രെൻഡ് ഫോം ചെയ്തിട്ടാണ് എന്താണ് മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഈ ഒരു മൈക്രോ ട്രെൻഡ് മാർക്കറ്റ് നല്ല ഒരു വോളിയത്തോടെ, അതായത് പ്രീവിയസ് ക്യാൻഡലിനെയും കാട്ടി കൂടിയ വോളിയത്തോടെ ഇത് ബ്രേക്ക് ചെയ്തു. ആ ടൈമിൽ നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് എവിടെ നിന്ന് ബ്രേക്ക് ചെയ്തത് 23.86% റിജക്ഷൻ. അതുപോലെ തന്നെ അവിടെ 3 minute ടൈം ഫ്രെയിമിൽ അവിടെ ഓൾറെഡി ഒരു FEG ഉണ്ട്. ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു ഷോർട്ട് എൻഡിലോട്ട് കയറിയത്. ഓക്കെ, മാർക്കറ്റ് അവിടെ നിന്ന് റിജക്ഷൻ ചെയ്ത് അതിനുശേഷം ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് നടത്തി അതിനുശേഷം ആ ട്രെൻഡ് ലൈൻ്റെ ലോ കട്ട് ചെയ്തപ്പോഴാണ് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തത്. ഇപ്പം നമ്മുടെ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഈ ഒരു ഈ FEG എടുത്ത് ക്യാൻഡലിൻ്റെ, അത് FEGയിൽ മിറ്റിഗേറ്റ് ചെയ്ത ക്യാൻഡലിൻ്റെ ഹൈയിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ സെറ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് ഈ ട്രെയിനിൻ്റെ റിസൾട്ട് എന്ന് നോക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ട്രേഡ് ഇപ്പോഴും നമ്മുടെ എൻട്രി പ്രൈസിന് അടുത്ത് തന്നെ നിൽക്കുകയാണ്. ഇതുവരെ മൂവ്മെൻറ്റ് തന്നിട്ടില്ല. ഇവിടെ ഒരു കാര്യം നമ്മൾ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഇവിടെ ഒരു സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. മീൻസ് നമ്മൾ ട്രേഡ് എടുക്കുന്ന രീതിയിലൊരു സെറ്റപ്പ്, അതായത് ഈ ഒരു മൈക്രോ ട്രെൻഡ് ബ്രേക്കൗട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ റിജക്ഷൻ വന്ന ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് ബോട്ടം ടു ടോപ്പ് നമ്മൾ ഫിബ് വരയ്ക്കുമ്പോൾ 50% അടുത്ത് നിന്നാണ് നമുക്ക് ഈ ഒരു റിജക്ഷൻ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് 50% അടുത്ത് എന്തൊക്കെയുണ്ട്, ഓൾറെഡി ഇവിടെ ഒരു റെസിസ്റ്റൻസ് ലെവല് അവിടെ നിന്ന് മാത്രം താഴോട്ട്, പിന്നെ അത് ബ്രേക്ക് ചെയ്ത് വിത്ത് FEG, അതായത് നല്ല രീതിയിൽ ആ ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു 50% വരുന്നത്. ഓക്കെ, ആ ഏരിയയിലാണ് എന്താ പറയട്ടെ ഇവിടെ നിന്നൊരു സ്ട്രോങ് ക്യാൻഡിൽ വന്ന് ഈ ഒരു മൈക്രോ ട്രെൻഡ് ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു സെറ്റപ്പ് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മളിവിടെ ഒരു ബൈ എൻട്രി കൺസിഡർ ചെയ്യാത്തതിൻ്റെ റീസൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം മാർക്കറ്റ് ഓൾറെഡി നല്ലൊരു ഡൗൺ ട്രെൻഡിലാണ്. ഓക്കെ, മാർക്കറ്റ് ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല അപ് ട്രെൻഡിലോട്ട് പോവുകയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊരു ട്രാപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഈ ഒരു ഏരിയ ഇതൊരു ട്രാപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. നമുക്ക് നമ്മുടെ ഷോർട്ട് ട്രേഡ് തന്നെ നമുക്ക് ഉറച്ചിരിക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഒരു കാര്യം കൂടെ നമുക്ക് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ട് പറയാം. നമ്മൾ ഇതിനെ ഇതൊരു മുകളിലോട്ടാണ് എന്ന് നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടി പക്ഷേ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു സെല്ലിംഗ് വന്ന ഏരിയയിൽ നിന്ന് ഈ ഒരു ഏരിയ വരെ ഫിബ് വരച്ച് നോക്കും. ആ ടൈമിൽ അറൗണ്ട് ഈ ഒരു 60% മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിന് ഒരുങ്ങുകയാണെന്ന്. കാരണം ഈ സെല്ലിംഗ് വന്ന ഏരിയയിൽ 61.8%-ന് മുകളിൽ വരെ മാർക്കറ്റ് കവർ ചെയ്ത് കഴിഞ്ഞു. അതായത് ഈ വന്നൊരു സെല്ലിങ്ങിനെ എന്താ പറയേണ്ടത്, ഓവർടേക്ക് ചെയ്ത് ബയേഴ്സ് അവിടെ പവർ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രത്തോളം ഇതിൽ റീട്രേസ്മെന്റ് വരുന്നത്. അപ്പം അങ്ങനെ ഒരു കൺസിഡറേഷനിൽ നോക്കുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് ഒരു ബുള്ളിഷിലോട്ട് പോവുകയാണ്. അപ്പോൾ ആ ടൈമിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഫോം ചെയ്യണമെങ്കിൽ ഞാനൊരു പക്ഷേ ബുള്ളിഷ് ട്രേഡേ നോക്കത്തുള്ളായിരുന്നു. നമ്മൾ ഏകദേശം ഈ ഒരു ഏരിയയുടെ ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്ത് നമ്മളെ എന്താ പറയേണ്ടത് ട്രേഡ് പ്ലേസ് ചെയ്യായിരുന്നു. ഫ്രണ്ട്സ്, നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ട്രാപ്പ് തന്നെ ആയിരുന്നു.
ഈ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഒരു ട്രാപ്പായിരുന്നു. മാർക്കറ്റ് മുകളിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നല്ല രീതിയിലൊരു ഫാള് തന്നിട്ടുണ്ട്. മാർക്കറ്റ് നമ്മുടെ ടാർഗറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടില്ല. പക്ഷേ ഈ ഒരു ബുള്ളി സെറ്റപ്പ് ഫെയിലായി. പക്ഷെ നമ്മുടെ ട്രേഡ് സെറ്റപ്പിൽ തന്നെ ഉറച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ട്രേഡ് സെറ്റപ്പ് ഷോർട്ട് ട്രേഡാണ്. നമ്മൾ ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും നല്ലൊരു ഫോള് കാണിക്കുന്നുണ്ട്. ക്യാൻഡിൽസും വോളിയൂം ഒക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മളെ ട്രേഡ് സെറ്റപ്പിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഷോർട്ട് ചെയ്യാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇനി ഇവിടുന്ന് ഒരു ബൗൺസ് തന്ന് വരികയാണെങ്കിൽ ഈ ഒരു സ്വിങ്ങിന് മുകളിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഏകദേശം ഈ ഒരു റേഞ്ചിലോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. ഓക്കെ, ഇത് നമ്മുടെ ഒരു ലോജിക് ഒരു തിങ്കിങ് ആണ്. കാരണം മാർക്കറ്റ് ഇവിടുന്ന് ഒരു പുൾ ബാക്ക് തരികയാണെങ്കിൽ ഈ ഒരു സ്വിങ്ങിന് മുകളിൽ വരികയാണെങ്കിൽ എന്തായാലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതെടുക്കും. അപ്പോൾ നമ്മൾ കുറച്ച് സ്റ്റോപ്പ് ലോസ് കൊടുത്താൽ മതി എന്നൊരു വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു സ്വിങ്ങിലോട്ട് ഈ ഒരു ഏരിയയിലോട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 1:2 റേഞ്ചിലാണ് നമ്മുടെ ഇപ്പോഴത്തെ റിസ്ക് റിവാർഡ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹൈ ട്രേഡേഴ്സ്, ഇപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു ട്രേഡിൻ്റെ ലോജിക്ക് എന്താണെന്ന് ഒക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ നമ്മുടെ ഏരിയയിൽ വെയിറ്റ് ചെയ്തു. നമ്മൾ ഓൾറെഡി ഡിസൈഡ് ചെയ്ത ഏരിയയിൽ വെയിറ്റ് ചെയ്തു. അവിടെ നമ്മുടെ സെറ്റപ്പ് ഫോമായി. എന്നിട്ടാണ് നമ്മൾ ആ ട്രേഡ് എടുത്തത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു പേഷ്യൻസിൻ്റെ ഒരു റിസൾട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഈ ഒരു ട്രെയിനിൻ്റെ ലോജിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.